ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വെറും 400 മില്ലിഗ്രാം ഭാരമുള്ള പമ്പ് സെറ്റ് നിർമ്മിച്ച് കടലുണ്ടി സ്വദേശി ശ്രദ്ധേയനാവുന്നു. ഏറ്റവും ഭാരം കുറഞ്ഞ പമ്പ് സെറ്റ് നിർമ്മിച്ചതിൽ ലോക റെക്കോർഡ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവ പ്രതിഭ. ഈ നല്ല വാർത്ത കാണാം. പ്രധാന വാർത്തകൾക്ക് ശേഷം. സ്വാശ്രയ മാനേജ്മെന്റുകളുടെയും സ്വകാര്യ ആശുപത്രികളുടെയും താൽപര്യം സംരക്ഷിക്കുകയാണ് സർക്കാരെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. LDF സർക്കാർ ജീവനക്കാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദ്. കേരള NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. ഫറോക്ക് ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വൻ വിജയം. ഇതോടെ മുനിസിപ്പൽ ഭരണം UDF നിലനിർത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ആരോഗ്യമേഖല പൂർണ്ണമായി തകർന്നുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. സ്വാശ്രയ മാനേജ്മെന്റുകളുടെയും സ്വകാര്യ ആശുപത്രികളുടെയും താൽപര്യങ്ങളാണ് സർക്കാർ സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ കോളേജിന് മുന്നിൽ ഭാരതീയ ജനത OBC മോർച്ച നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമേഖലയിലെ സർക്കാർ അനാസ്ഥയ്ക്കെതിരെ ഭാരതീയ ജനത OBC മോർച്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ധർണാ സമരം നടത്തിയത്. ഡെങ്കിപ്പനി, എലിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾ വർദ്ധിച്ചിട്ടും മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർമാരുടെയോ നഴ്സുമാരുടെയോ സേവനം ലഭ്യമല്ലെന്ന ആരോപണവും ശക്തമാണ്. ഈ സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധ സമരം. പ്രതിഷേധ പരിപാടി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ആരോഗ്യമേഖല പൂർണ്ണമായും തകർന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ധനസഹായം ഫലപ്രദമായി ഉപയോഗിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞില്ല. സ്വാശ്രയ മാനേജ്മെന്റുകളുടെയും സ്വകാര്യ ആശുപത്രികളുടെയും താൽപര്യങ്ങളാണ് സർക്കാർ സംരക്ഷിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കേരളത്തിൽ ഏതാണ്ട് 40% ഡോക്ടർമാർ, സർക്കാർ ഡോക്ടർമാർ ലീവ് എടുത്ത് സ്വകാര്യ ആശുപത്രികളിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ ജോലി ചെയ്യുകയാണ്. അവരെ അടിയന്തരമായി തിരിച്ചു വിളിക്കുമെന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന്. എന്നാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ഒരൊറ്റ ഡോക്ടറെ പോലും തിരിച്ചു വിളിക്കാൻ ഇതേവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല. സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരില്ല. ഇതിനൊരു പരിഹാരവുമില്ല. കിടക്കാൻ സൗകര്യമില്ല, കിടക്കയില്ല, കട്ടിലില്ല, ഫാനില്ല, ശുദ്ധജലമില്ല, ആളുകൾക്ക് ശൗചാലയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികളുടെ നില അതീവ ദയനീയമാണ്. യാതൊരു തരത്തിലുള്ള സംവിധാനവുമില്ല. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല സമ്പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. OBC മോർച്ച വൈസ് പ്രസിഡന്റ് KC രാജൻ അധ്യക്ഷനായിരുന്നു. BJP സംസ്ഥാന വക്താവ് P രഘുനാഥ്, P പീതാംബരൻ, VK ചോയ്ക്കുട്ടി, NV ദിനേശൻ, KK ബബ്ലു, T വാസു, തളത്തിൽ ചക്രായുധൻ തുടങ്ങിയവർ ധർണയിൽ അണിനിരന്നു. കേരള NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ജീവനക്കാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആലപ്പുഴ ജില്ലയിൽ ഒക്ടോബർ മാസത്തിൽ നടക്കുന്നതിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനത്തിന് നഗരം വേദിയൊരുക്കിയത്. ടൗൺഹാളിൽ നടന്ന സമാപന സമ്മേളനം മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ജീവനക്കാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും സമരങ്ങളെ അവഗണിക്കുന്ന സർക്കാരാണ് ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഗവൺമെന്റ് വന്നതിന്റെ ശേഷം എത്രമാത്രം ദ്രോഹമാണ് ഈ ജീവനക്കാർക്കുണ്ടാക്കി തീർത്തത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സമരങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല. സെക്രട്ടേറിയറ്റിലെ സമരം നിങ്ങൾ കണ്ടതാണ്. ആ സമരത്തിലൊക്കെ അവിടുത്തെ എല്ലാ മാർച്ചിൽ സംഘടനകളും എല്ലാ സംഘടനകളും ഒരേ അഭിപ്രായക്കാരാണ്. പക്ഷേ അതൊന്നും വകവെക്കാതെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഗവൺമെന്റ് ചെയ്തതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം.
സമരങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ്. ഇപ്പോൾ നേഴ്സസിൻ്റെ സമരം നടക്കുകയാണ്. എല്ലാവരും ഉന്നയിച്ച ന്യായമായ ഒരു ആവശ്യമല്ലേ? ആർക്കാണ് ആവശ്യം നിഷേധിക്കാൻ വേണ്ടി സാധിക്കുക? അതിന് പറയുന്നത് ഞങ്ങൾ മിനിമം വേജസ് നടപ്പാക്കുന്നു എന്നാ. മിനിമം വേജസ് എന്ന് പറയുന്നത് ഒരു കാര്യം സ്കാറ്റേർഡ് വർക്കേഴ്സിനുള്ളതാണ്. സ്കാറ്റേർഡ് വർക്കേഴ്സിന് ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും കലാകായിക രംഗങ്ങളിൽ സംസ്ഥാന തലത്തിൽ അംഗീകാരം ലഭിച്ച വിദ്യാർത്ഥികൾക്കും മേഖലാ ശില്പശാലകളിലെ മികച്ച പ്രതിനിധികൾക്കും ബ്രാഞ്ചുകൾക്കും ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് NP ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് T സിദ്ദിഖ്, മുൻ DCC പ്രസിഡന്റ് KC അബു, KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്, MP ആദം മുൽസി, N രവികുമാർ, C പ്രേമവല്ലി തുടങ്ങിയവർ സംബന്ധിച്ചു. ഫറോക്ക് ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് ഉജ്ജ്വല ജയം. നഗരസഭ 7ാം ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ വൈതക്കാട് വീട്ടിൽ EK താഹിറയാണ് 156 വോട്ടിന്റെ ഉജ്ജ്വല ജയം നേടിയത്. ഫറോക്ക് നഗരസഭ 7ാം ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വൈതക്കാട് വീട്ടിൽ EK താഹിറയ്ക്ക് 156 വോട്ടിന്റെ ഉജ്ജ്വല ജയം. നഗരസഭയുടെ ഭരണം ആർക്കൊപ്പമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. 136 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഈ വാർഡിൽ കഴിഞ്ഞ തവണ UDF വിജയിച്ചത്. ഇത്തവണ ലീഡ് ഉയർത്താൻ കഴിഞ്ഞത് ഭരണസമിതിക്കുള്ള അംഗീകാരമായി. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ VP സർഫിനിയും BJP സ്ഥാനാർത്ഥിയായ നിഷ വിശ്വനാഥും 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമടക്കം 5 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. ഇവിടെ നിന്നും ജയിച്ച കൗൺസിലറും നഗരസഭ വികസനകാര്യ സമിതി അധ്യക്ഷയുമായിരുന്ന സബീന മൻസൂറിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. വെറും 400 മില്ലിഗ്രാം മാത്രം ഭാരമുള്ള പമ്പ് സെറ്റ് നിർമ്മിച്ച് ദേശീയ റെക്കോർഡിന് ഉടമയാവുകയാണ് കടലുണ്ടി സ്വദേശി സജിത്ത് കൊല്ലേരി. ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ കുഞ്ഞു പമ്പ് സെറ്റിന്റെ പ്രവർത്തനം വിജയകരമായി പ്രദർശിപ്പിച്ചു. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റിന് 1.3 സെന്റിമീറ്ററാണ് നീളം, 1 സെന്റിമീറ്ററാണ് ഉയരം. സ്വകാര്യ മൊബൈൽ ഫോൺ കമ്പനിയിൽ എക്സിക്യൂട്ടീവായ സജിത്ത് 3 മാസത്തെ പ്രയത്നം കൊണ്ടാണ് ഏറ്റവും ഭാരം കുറഞ്ഞ പമ്പ് സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. 1 ഗ്രാം ഭാരമുള്ള പമ്പ് സെറ്റ് നിർമ്മിച്ചതാണ് നിലവിലുള്ള ദേശീയ റെക്കോർഡെന്ന് സജിത്ത് പറഞ്ഞു. താൻ നിർമ്മിച്ച പമ്പ് സെറ്റിന് ഏറ്റവും ഭാരം കുറവായതിനാൽ ലോക റെക്കോർഡ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സജിത്ത്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തനം പ്രദർശിപ്പിച്ചു രേഖകൾ കൈമാറാനായിരുന്നു നിർദ്ദേശം. ഇതുപ്രകാരമാണ് ജനപ്രതിനിധികൾ, ഗസറ്റഡ് ഓഫീസർമാർ, നോട്ടറി എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രദർശനം നടത്തിയത്. ഇവരുടെ തത്സമയ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്. 4 മാസം മുമ്പ് കോഴിക്കോട് പ്ലാനറ്റോറിയത്തിൽ സജിത്ത് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ മറ്റൊരു ഉൽപ്പന്നം കൂടി നിർമ്മിച്ച് റെക്കോർഡ് നേടാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ യുവ പ്രതിഭ. ലോകത്തിലെ തന്നെ ഏറ്റവും സിമിലറായിട്ടുള്ള ഒരു വാട്ടർ പമ്പ് സെറ്റാണിത്. ഏകദേശം 1/2 ഗ്രാമിന് താഴെ മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. നിലവിൽ നമ്മുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലുള്ള ഒരു റെക്കോർഡ് കൂടിയാണ് നമ്മൾ ഇതിലൂടെ മറികടന്നിരിക്കുന്നത്. അതിലൂടെ നമുക്ക് ജൂലൈ 31 നടക്കുന്ന വേൾഡ് സ്റ്റേജിലേക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു 3 മാസത്തെ കാലയളവിലുള്ള നമ്മുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കടലുണ്ടി പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രദർശനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CK അജയ്കുമാർ, വൈസ് പ്രസിഡന്റ് M നിഷ, ജില്ലാ പഞ്ചായത്ത് അംഗം ഭാനുമതി കക്കാട്ട്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പിലാക്കാട്ട് ഷൺമുഖൻ, സിന്ധു പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ബിച്ചിക്കോയ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. വാർത്തകളിൽ ഒരിടവേള. You by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. Tourism, travel, hotel, resort,
കാറ്ററിംഗ് ഉൾപ്പെടുന്ന ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഉന്നത ജോലിയും ഉയർന്ന ശമ്പളവും ഉറപ്പു നൽകുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി കോഴ്സുകൾ. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള സ്റ്റേറ്റ് കൗൺസിലിന്റെ ഫ്രാഞ്ചൈസിയായ ട്രാവൽ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് രാമനാട്ടുകരയിൽ ആരംഭിക്കുന്ന ആദ്യ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യമുള്ള കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0494244299 2729722. അതെ, നിങ്ങളല്ലേ എനിക്കിപ്പോഴും ഡ്രസ്സ് വാങ്ങിച്ചിരുന്നേ. ഇത്തവണ ഞാൻ വാങ്ങിച്ചുതരാം. പേടിക്കണ്ട, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനാ. നിങ്ങൾക്ക് മാത്രമല്ല, ഫുൾ ഫാമിലിക്കും ഉണ്ട്. ഒന്നല്ല 2 സെറ്റ് വീതം. കല്യാൺ സിൽക്സിന്റെ ആഡി സെയിൽ തുടങ്ങിയല്ലേ? ഇങ്ങനെ മനസ്സിലായി? പുതിയ കളക്ഷൻ, ഫുൾ ഫാമിലി, 2 സെറ്റ്. ഇതിൽ കൂടുതൽ എന്ത് ക്ലൂ വേണമടാ? കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഇൻ ഹൗസ് ഡിസൈനർമാർ ഒരുക്കുന്ന കളക്ഷനുകളാണ് 50% വരെ വിലക്കുറവ് ആഡി സെയിലിനായി എത്തുന്നത്. കല്യാൺ സിൽക്സ് ആഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറ സാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്. സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം. +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം, കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251 0495323136. വാർത്തകൾ തുടരുന്നു. VP സത്യന്റെ ഓർമ്മയിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ CK വിനീത് ഇരട്ട ഗോൾ നേടി. ഒരു കളിയിൽ 2 ടീമിനും ഗോളടിച്ചുവെന്ന അപൂർവ ബഹുമതിനി വിനീതിനായിരിക്കും. ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന VP സത്യന്റെ ഓർമ്മ ദിനത്തിൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് CK വിനീതിന്റെ സൂപ്പർ പ്രകടനം നടന്നത്. VP സത്യൻ ഏറെ കയ്യടി നേടിയ സ്റ്റേഡിയത്തിലാണ് സത്യൻ അനുസ്മരണത്തിന്റെ ഭാഗമായുള്ള മത്സരത്തിൽ വിനീത് കോഴിക്കോട്ടുകാരുടെ ഹൃദയം കവർന്നത്. മത്സരത്തിന് ആവേശം പകർന്ന് നടൻ ജയസൂര്യയും കളത്തിലിറങ്ങി. VP സത്യന്റെ 11ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കാലിക്കറ്റ് പ്രസ് ക്ലബ്ബും VP സത്യന്റെ ജീവിതമാസ്പദമാക്കി നിർമ്മിക്കുന്ന ക്യാപ്റ്റൻ സിനിമയുടെ അണിയറ പ്രവർത്തകരും ചേർന്നാണ് പ്രദർശന മത്സരം സംഘടിപ്പിച്ചത്. ആദ്യ പകുതിയിൽ കാലിക്കറ്റ് പ്രസ് ക്ലബിലെ സെലിബ്രിറ്റി ടീമിന് വേണ്ടിയും 2ാം പകുതിയിൽ ക്യാപ്റ്റൻ ടീമിന് വേണ്ടിയും കളത്തിലിറങ്ങിയ വിനീത് ഇരു ടീമുകൾക്ക് വേണ്ടി ഓരോ ഗോൾ വീതം നേടി. ക്യാപ്റ്റൻ സിനിമ ടീം 1-നെതിരെ 4 ഗോളുകൾക്ക് സെലിബ്രിറ്റി ടീമിനെ പരാജയപ്പെടുത്തി. ക്യാപ്റ്റൻ സിനിമയിൽ VP സത്യനായി വേഷമിട്ട നടൻ ജയസൂര്യ മത്സരം ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാർക്ക് അർഹമായ അംഗീകാരം നൽകുന്നവരാണ് കോഴിക്കോട്ടുകാരെന്ന് അദ്ദേഹം പറഞ്ഞു. കളിക്കാർ അവർ കളത്തിലിറങ്ങി നിൽക്കുമ്പോൾ ആവേശം പകരുമെങ്കിലും കളിക്കളം വിട്ടാൽ അവരെ വേണ്ടത്ര പരിഗണിക്കുന്ന രീതിയല്ലെന്നും ജോലിക്കായി പോലും സർക്കാരുകളുടെ പിന്നാലെ നടക്കേണ്ട സ്ഥിതിയാണെന്നും ജയസൂര്യ പറഞ്ഞു. സിനിമാ താരമായിരുന്ന സമയത്ത്, പ്രൊഡ്യൂസറായ സമയത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത് കാലിക്കറ്റ് എന്നാണ്. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ചു പറയുന്നത് കാലിക്കറ്റാണ് ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലം. ഞാൻ ഒരിക്കലും ഫുട്ബോളിനെ കുറിച്ച് ഒരുപാട് പറയാൻ ഞാൻ ആളെ അല്ല. അതിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തിന്റെ VP സത്യനൊക്കെയാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ അവരാണ് അത് പറയേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N രാജേഷ്, സംവിധായകൻ C പ്രജേഷ്, അനിത സത്യൻ, VR സുധീഷ്, ജോയിന്റ് സെക്രട്ടറി KC റിയാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാലിക്കറ്റ് പ്രസ് ക്ലബും മലപ്പുറം പ്രസ് ക്ലബും തമ്മിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കാലിക്കറ്റ് ജേതാക്കളായി. KCB ബേപ്പൂർ സെക്ഷനിലെ കരാർ ജീവനക്കാരനായ അകാലത്തിൽ മരണപ്പെട്ട കളത്തിങ്കൽ നരേന്ദ്രന്റെ കുടുംബത്തിന് സഹായനിധി നൽകി. ഫറോക്ക് ഡിവിഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PP മനോജാണ് സഹായനിധി കൈമാറിയത്. KCB ബേപ്പൂർ സെക്ഷനിലെ കരാർ ജീവനക്കാരനായിരുന്ന അകാലത്തിൽ മരണപ്പെട്ട കളത്തിങ്കൽ നരേന്ദ്രന്റെ കുടുംബത്തിന് സഹായനിധി നൽകി.
ഫറോക്ക്, രാമനാട്ടുകര, കല്ലായി, ബേപ്പൂർ, പന്തിരങ്കാവ്, മാങ്കാവ്, പെരുമണ്ണ, അരീക്കാട് എന്നീ സെക്ഷനിലെ ജീവനക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 2,46,000 രൂപയാണ് കുടുംബത്തിന് നൽകിയത്. ഫറോക്ക് ഡിവിഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡിവിഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി മനോജ് സഹായനിധി കുടുംബത്തിന് കൈമാറി. ചടങ്ങിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ രാമു VS, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജൻ, ഉണ്ണികൃഷ്ണൻ T, സഹീഷ്, ഉണ്ണികൃഷ്ണൻ PV തുടങ്ങിയവർ സംബന്ധിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായ സ്ത്രീകളുടെ ജീവചരിത്രം ഉയർത്തിക്കാട്ടി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സെമിനാർ സംഘടിപ്പിക്കുന്നു. ജൂലൈ 21 കോഴിക്കോട് നടക്കുന്ന സെമിനാർ ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. വർഗീയ ഫാസിസം ഫണം വിടർത്തിയാടുന്ന സമകാലിക കാലഘട്ടത്തിൽ നമ്മുടെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജനസംഖ്യയുടെ പകുതിയിലേറെ വരുന്ന സ്ത്രീകളെ ജാതിമത പരിഗണനകൾക്ക് അതീതമായി അണിനിരത്താൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാനത്താകെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. മതനിരപേക്ഷതയ്ക്കായി പെൺകൂട്ടായ്മ എന്ന ബാനറിൽ നടക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം ജൂലൈ 21 കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ ബൃന്ദ കാരാട്ട് നിർവഹിക്കും. ഈ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് മതനിരപേക്ഷതക്കായി സ്ത്രീ കൂട്ടായ്മ, പെൺകൂട്ടായ്മ എന്നുള്ള നിലയിൽ ഒരു ക്യാമ്പയിൻ. MC ഷമ്മാസ് ജംഷീറിന്റെ ആമി ഒരു പെൺകുട്ടി എന്ന ഹ്രസ്വ ചലച്ചിത്രത്തിന്റെ യൂട്യൂബ് റിലീസിംഗ് ഉദ്ഘാടനവും ചർച്ചയും നടന്നു. തിരക്കഥാകൃത്ത് ആര്യാടൻ ഷൌക്കത്ത് യൂട്യൂബ് റിലീസ് ഉദ്ഘാടനം ചെയ്തു. MC ഷമ്മാസ് ജംഷീർ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ആമി ഒരു പെൺകുട്ടി ഹ്രസ്വ ചലച്ചിത്രത്തിന്റെ യൂട്യൂബ് റിലീസിംഗ് ഉദ്ഘാടനവും ചർച്ചയും സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. മതവിശ്വാസത്തിനും അന്ധവിശ്വാസത്തിനും ഇടയ്ക്കുള്ള നൂൽപാലത്തിലൂടെ കടന്നുപോകുന്ന നഷ്ടബാല്യത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ആമി ഒരു പെൺകുട്ടി. ചിത്രത്തിന്റെ യൂട്യൂബ് റിലീസിംഗ് തിരക്കഥാകൃത്ത് ആര്യാടൻ ഷൌക്കത്ത് നിർവഹിച്ചു. അവനൊരു സിനിമക്കാരനാണെങ്കിൽ അവൻ ആദ്യം ആവിഷ്കരിക്കാനുണ്ടാവുന്നത്, അവനൊരു കലാകാരനാണെങ്കിൽ അവൻ ആദ്യം വരയ്ക്കാനുണ്ടാവുന്നത് അത് തന്നെയാണ് ഷമ്മാസും ചെയ്തത്. അത് തന്നെയായിരുന്നു ഞാനും ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് എത്ര വരെ ആയിട്ടുണ്ട് എന്ന് ജനങ്ങളാണ് പറയുന്നത്. ഞാൻ ഇതേപോലെ പാഠം മുതൽ വിലാപം മുതൽ സിനിമ എടുക്കുന്ന സമയത്ത് എന്നാ സിനിമ എടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചത്, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ എൻ്റെ അനിയത്തിയുടെ കൂടെ പഠിക്കുന്നത്. ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഞങ്ങൾ നടന്നാണ് പോവുക, സ്കൂളിലേക്ക് നടന്നു പോകുക. സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ ഖദീജ മുംതാസ് മുഖ്യ അതിഥിയായിരുന്നു. കഥാകൃത്ത് VR സുധീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെലവൂർ വേണു, കമാൽ വരത്തൂർ, AK മുഹമ്മദ് അലി, MC ഷമ്മാസ് ജംഷീർ, ലത്തീഫ് പറമ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാനത്തെ റീസർവേ നടപടികൾ 2 വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ റീസർവേ നടപടികൾ 2 വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് 1664 വില്ലേജുകളാണുള്ളത്. 880 വില്ലേജുകളിലെ സർവേ പൂർത്തിയായി. ഇതിന്മേൽ 1,18,000 പരാതികൾ വന്നിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അതുൾപ്പെടെ സമയബന്ധിതമായി തീർപ്പാക്കും. റീസർവേ പൂർത്തിയാക്കാത്തതിനാൽ സ്ഥല ഉടമകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാണ് നടപടികൾ വേഗത്തിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ മേഖലയുടെ പൊതുവായ വികസനത്തിന് വേണ്ടി വലിയ സംഭാവന ചെയ്ത ഒരു സംഘടനയാണിത് എന്നതിൽ യാതൊരു സംശയവുമില്ല. കോഴിക്കോടിന്റെ മാത്രമല്ല മലബാറിന്റെ പൊതുവായ വളർച്ചയും വികസനവുമാണ് നിങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് ഈ പറയുന്ന നിവേദനത്തിന്റെ ഉള്ളടക്കത്തിലും ഇതുവരെ നടത്തിയിട്ട് നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പുറമേ നിന്ന് നോക്കിക്കാണുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV നിതീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M നിത്യാനന്ദ് കമ്മത്ത്, ട്രഷറർ M ഖാലിദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറസാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്,
Sociology and BCom Cooperation and Computer, MA Economics and Sociology, Degree Sunday Batches, School Going Tuition, English and Malayalam Medium, +1 +2 Accountancy Tuition and +1 +2 Science Tuition with Entrance Coaching. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ്, കോപ്പറേറ്റീവ് ബാങ്കിന് സമീപം, കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251, 0495323136. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചർ എങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. സൺഡേ ഹോളിഡേ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ താരങ്ങൾ പ്രേക്ഷകർക്കൊപ്പം സിനിമ കാണാൻ രാമനാട്ടുകരയിലെത്തി. ആസിഫ് അലിയും അപർണ മുരളിയുമാണ് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി സുരഭി സിനിമാസിലെത്തിയത്. സൺഡേ ഹോളിഡേ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ ആസിഫ് അലിയും അപർണ മുരളിയും പ്രേക്ഷകർക്കൊപ്പം തങ്ങളുടെ സിനിമ കാണാൻ രാമനാട്ടുകര സുരഭി സിനിമാസിലെത്തിയത് പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തി. താരങ്ങൾക്കൊപ്പം സിനിമ കാണാനും സെൽഫി എടുക്കാനും ആരാധകർ തിങ്ങി നിറങ്ങി. ഈ കുടുംബ ചിത്രം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് തങ്ങളെന്നും പ്രതീക്ഷിക്കാത്ത പ്രതികരണമാണ് യുവത്വത്തിൽ നിന്ന് ലഭിക്കുന്നതെന്നും അതിൽ സന്തോഷമുണ്ടെന്നും താരങ്ങൾ പറഞ്ഞു. ഫാമിലി എന്റർടൈനർ, കുടുംബത്തോടൊപ്പം പോയി കാണാൻ പറ്റിയ നല്ലൊരു സിനിമ എന്നുള്ളതാണ് ഇതുവരെ ലഭിച്ച ഏറ്റവും നല്ല പ്രതികരണം. പക്ഷെ നമ്മളൊന്നും കാണാത്ത ഒരു ആംഗിൾ ഇതിൻ്റെ അകത്ത് ഒരു യൂത്ത് കണ്ടുപിടിച്ചത് ഒരുപാട് പേരെ പ്രേമിച്ച് ചതിച്ചിട്ടുണ്ട്. ഒരു പെണ്ണുങ്ങൾ, ഇപ്പോഴത്തെ ഒരു കോമൺ യൂസേജിൽ പറഞ്ഞാൽ തേപ്പ് കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു മറുപടിയാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് പോസ്റ്റും ട്രോളും ഒക്കെ കണ്ടു. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ നല്ല നന്മ നിറഞ്ഞ ഒരു സിനിമയാണ് സൺഡേ ഹോളിഡേ. അതുകൊണ്ട് എല്ലാവരും പോയി കാണണം. എങ്ങനെ പോയാലും നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒന്നും ഇഷ്ടാവാണ്ടിരിക്കില്ല. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. മലയാള മനോരമ ഒരുക്കിയ ₹1 സൺഡേ ഹോളിഡേ ടിക്കറ്റ് വിന്നറായ കെ ബാസിത്തിന് സുരഭി മാളിൽ വെച്ച് ഇരുവരും ആദ്യ ഡീൽ ടിക്കറ്റ് നൽകി. ബൈസൈക്കിൾ തീവ്സ് എന്ന ചിത്രത്തിനു ശേഷം ജിസ് ജോയ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് സൺഡേ ഹോളിഡേ. കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസിന്റെ 15ാം സംസ്ഥാന പ്രതിനിധി സമ്മേളനം ജൂലൈ 21, 22 തീയതികളിൽ കോഴിക്കോട് ശിക്ഷാ സദനിൽ നടക്കും. KPCC പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം ചെയ്യും. ജൂലൈ 22-ന് നമ്മുടെ പ്രധാന സമ്മേളനം തുടങ്ങുകയാണ്. പതാക ഉയർത്തുന്നതോടുകൂടി ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അദ്ദേഹമാണ് പതാക ഉയർത്തുന്നത്. ആ സമ്മേളനം KPCC പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം ചെയ്യുന്നു. 21-ാം തീയതി വെള്ളിയാഴ്ച 2 മണിക്ക് അനുസ്മരണ സമ്മേളനവും സ്ഥാപക ദിനാചരണവും കെ മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ജനാധിപത്യ മതേതരത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയം സെമിനാറിൽ UK കുമാരൻ അവതരിപ്പിക്കും. ജൂലൈ 22 ശനിയാഴ്ച രാവിലെ സംസ്ഥാന പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കും. KPCC പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP, മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദ്, N പീതാംബരക്കുറുപ്പ് എന്നിവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് G സുന്ദരേശൻ നായർ രചിച്ച മരിക്കാൻ മനസ്സില്ലാതെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടക്കും. സൗഹൃദ സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി T ശരത് ചന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സംഘടനാ തെരഞ്ഞെടുപ്പും നടത്തും. GST സംശയങ്ങൾക്ക് ഒരു കൈപ്പുസ്തകം. ഹാൻഡ്ബുക്ക് ഫോർ ഹാൻഡ് ഹോൾഡിംഗ് GST കംപ്ലൈൻസ് എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ ഒരുക്കിയ പുസ്തകം പ്രകാശനം ചെയ്തു. GST സംബന്ധിച്ച പുസ്തകം ഹാൻഡ്ബുക്ക് ഫോർ ഹാൻഡ് ഹോൾഡിംഗ് GST കംപ്ലൈൻസ് പ്രകാശനം ചെയ്തു. ഇംഗ്ലീഷ് പതിപ്പിന്റെ പ്രകാശനം ആദായനികുതി ജോയിന്റ് കമ്മീഷണർ KM അശോക് കുമാറും മലയാളം പതിപ്പ് മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ PJ ജോഷുവായും പ്രകാശനം ചെയ്തു. KTC ഗ്രൂപ്പ് ചെയർമാൻ PV ഗംഗാധരൻ, ഭീമ ജ്വല്ലേഴ്സ് ചെയർമാൻ ഗിരിരാജൻ എന്നിവർ ഏറ്റുവാങ്ങി.
ഒരു നിയമം, ഞാൻ കണ്ടിരിക്കുന്ന നിയമങ്ങളൊക്കെ മനസ്സിലാക്കാൻ വലിയ പാടാണ്. അതിൽ തുടങ്ങി തന്നെ whereas, notwithstanding, nothing contain anything contrary to, provided, further provided, ഇങ്ങനെയുള്ള വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള സാധാരണ ഒരു ലേമൻ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് നിയമം. ജില്ലാ വർത്തക മണ്ഡലം പ്രസിഡന്റ് ബാബു ബെനറ്റിക് അധ്യക്ഷത വഹിച്ചു. പുസ്തക രചയിതാക്കളായ എ മണി, എം സി ജയപ്രകാശ്, എ അശോക്, പി വെങ്കിട്ടരാമ അയ്യർ എന്നിവരും എൻ ഇ ബാലകൃഷ്ണ മാരാർ തുടങ്ങിയവരും പ്രസംഗിച്ചു. ബിസിനസ് സ്ഥാപനം, പ്രൊഫഷണൽ ഓഫീസ്, ഉൽപാദന കേന്ദ്രങ്ങൾ, ചില്ലറ വിൽപ്പന സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ GST നടപ്പിലാക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് പുസ്തകം. നോർത്ത് ബേപ്പൂർ ശിവപുരി റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രോഗവും പ്രതിരോധവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ KP തങ്കരാജ് വിഷയാവതരണം നടത്തി. നോർത്ത് ബേപ്പൂർ ശിവപുരി റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രോഗവും പ്രതിരോധവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ KP തങ്കരാജ് വിഷയാവതരണം നടത്തി. അപ്പൊ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനത്തിൽ പരിസര ശുചീകരണത്തിന്റെ പങ്ക് എന്താണ് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു വ്യക്തമായ ചോദ്യം അല്ലെ. എന്താണ് ഒരു മഴ വരുന്നതിന് മുമ്പ് തന്നെ വീടും പരിസരവും വൃത്തിയാക്കി വെക്കണം, മറ്റ് കവലകളും മറ്റ് അങ്ങാടികളും ഒക്കെ തന്നെ വൃത്തിയാക്കി വെക്കണം, ഓവർഹെഡ് ടാങ്കുകളൊക്കെ തന്നെ ക്ലീൻ ആയിരിക്കണം, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ആഹാര ശുചിത്വം എന്നെല്ലാം പറഞ്ഞതിന്റെ പ്രാധാന്യം എന്താണ് ഈ പകർച്ചവ്യാധി പ്രതിരോധ പരിപാടികളിൽ. തീർച്ചയായിട്ടും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പരിസര ശുചീകരണത്തിന് ഒരു 90% മാർക്കുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പരിസര ശുചീകരണത്തിനും വ്യക്തി ശുചീകരണത്തിനും ആഹാര ശുചിത്വം, സാമൂഹ്യ ശുചിത്വം തുടങ്ങിയ മേഖലയിൽ തന്നെയാണ്. റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അന്നങ്ങാട്ട് കാർത്തികേയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PA രാജേഷ്, KC ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. പോഷക ഗുണങ്ങളേറിയ മത്സ്യവിഭവങ്ങൾ ഇനി ഗുണമൊട്ടും ചോരാതെ തീൻമേശകളെ സമ്പന്നമാക്കും. ഇതിനായി US ഫിഷ് പ്രവർത്തനം ആരംഭിച്ചു. ഓൺലൈനായും റീറ്റെയിൽ സ്റ്റോറിലെത്തിയാലും ഉപഭോക്താക്കളിലേക്ക് മത്സ്യം എളുപ്പത്തിലെത്തും. ഷോറൂം ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പോഷകങ്ങളടങ്ങിയ മത്സ്യം ഗുണമൊട്ടും ചോരാതെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ US ഫിഷ് പ്രവർത്തനം ആരംഭിച്ചു. ചേവായൂർ നെയ്ത്തുകുളങ്ങരയിൽ ആധുനിക സംവിധാനങ്ങളോടെയാണ് മത്സ്യവിപണനം. റീറ്റെയിൽ സ്റ്റോർ ബഷീർ അലി ശിഹാബ് തങ്ങളും ഓൺലൈൻ സ്റ്റോർ MK മുനീർ MLAയും ഉദ്ഘാടനം ചെയ്തു. A പ്രദീപ് കുമാർ MLA, KM ഷാജി MLA, KC അബു, മഞ്ഞളാംകുഴി അലി, അബ്ദുൾ റസാഖ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. US ഫിഷ് മത്സ്യവിപണനത്തിനായി രംഗത്തെത്തിയിട്ടുള്ളത് ഒരു കൂട്ടം യുവ സംരംഭകരാണ്. ഫ്ളാറ്റുകൾ ഏറെയുള്ള പ്രദേശത്ത് മത്സ്യത്തിന്റെ അവശിഷ്ടം ഉൾപ്പെടെയുള്ളവ നിക്ഷേപിക്കാൻ ഇടമില്ലാത്ത സാഹചര്യത്തിൽ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാണ് US ഫിഷിന്റെ പ്രവർത്തനം. മാർക്കറ്റിൽ തിക്കിത്തിരക്കാതെ എല്ലാ മത്സ്യവും മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാകും. മാർക്കറ്റ് വിലയിൽ തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വീടുകളിലെത്തിക്കാനുള്ള സംവിധാനവും സംരംഭകർ ഒരുക്കുന്നുണ്ട്. ഫ്രഷ് വാട്ടർ മെഷീനാണ് സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഇത് മത്സ്യത്തിന്റെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു. www.usfish.com എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി മത്സ്യം വാങ്ങാനുള്ള സംവിധാനമുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ ബാങ്കിംഗ് സൗകര്യം ഉൾപ്പെടെ ഡെയിലി, വീക്ക്ലി ഓഫറുകളും US ഫിഷിനെ വ്യത്യസ്തമാക്കുന്നു. ബയോഗ്യാസ് പ്ലാന്റോട് കൂടി വേസ്റ്റ് ഇല്ലാതെ അവർക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അവർക്ക് സൈറ്റിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പുതിയൊരു ഓൺലൈൻ ഫിഷിൻ്റെ ഒരു പരിപാടിയാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ പേര് US ഫിഷ് എന്നാണ്. ഇതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ് www.usfish.com എന്നാണ്. US ഫിഷ്, ചേവായൂർ, നെയ്ത്തുകുളങ്ങര. ഫോൺ നമ്പർ 9562709999. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാശ്രയ മാനേജ്മെന്റുകളുടെയും സ്വകാര്യ ആശുപത്രികളുടെയും താൽപര്യം സംരക്ഷിക്കുകയാണ് സർക്കാരെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. LDF സർക്കാർ ജീവനക്കാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദ്. കേരള NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. ഫറോക്ക് ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വൻ വിജയം. ഇതോടെ മുനിസിപ്പൽ ഭരണം UDF നിലനിർത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.